പേരാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ. അവരുടെ നിരന്തരമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയും കഴിഞ്ഞ 4 മാസം മുന്നേ ഞാനും അതിന്റെ ഭാഗമായി. പിന്നെ ഈ ജൂണിൽ ഞമ്മക്കൊരു വഴിത്തിരിവുണ്ടായി. ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിന് ഈ കൊലപാതകങ്ങളുടെ ഒക്കെ ഒരു ഏഹ്, മറവ് ചെയ്ത ആള് പുറത്തേക്ക് വന്ന് അയാള് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ മുന്നിൽ പറയാൻ തയ്യാറായി. ഈ ആളുടെ ഒരു വിശ്വാസ്യത ഞമ്മക്കും കൂടി ഒന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്താക്കി പറഞ്ഞു കഴിഞ്ഞാല് ആ മറവ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു അസ്ഥികൂടങ്ങൾ എടുത്ത് അതോട് കൂടിയിട്ട് ഇതിന്റെ വിശ്വാസ്യത 100% ബോധ്യപ്പെട്ട് അത് പ്രകാരം ഇപ്പം ജു- ജൂലൈ 3-ന് കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത് അതിന് കോടതിയിൽ നിന്ന് ഉത്തരവുമായി. എവിടേക്കാണോ മറവ് ചെയ്തത് അതൊക്കെ എടുത്ത് പരിശോധിക്കാൻ വേണ്ടി പോലീസിന് അതിനുള്ള ഉത്തരവും കൊടുത്തതാണ്. പക്ഷെ ഇതുവരെ ആയിട്ട് ആ ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടില്ല. പിന്നെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിന്റെ മീഡിയ കോർഡിനേറ്റർ എന്നുള്ള സ്ഥാനമാണ് എനിക്കുള്ളത്. അപ്പൊ കേരളത്തിൽ നിന്ന് ഏത് മാധ്യമ പ്രവർത്തകർക്കും അവിടെ വരാം. അതിന്റെ പൂർണ്ണ സംരക്ഷണം, അവരുടെ സെക്യൂരിറ്റി ഉത്തരവാദിത്തം എല്ലാം എന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പം ഈ ഒരു വിഷയമായിട്ട് നമ്മളിപ്പോ ഇന്നലെ ഒരു വിഷയം ഉണ്ടായി. പോലീസ് ഇതില് കാര്യമായി ഇടപെടുന്നില്ല. ഇന്നലെ ആ ശുചീകരണ തൊഴിലാളിക്ക് നമ്മൾ പേര് മുന്നേ വിളിക്കുന്ന പേര് ഭീമ എന്നാണ്. ഭീമനെയും കൊണ്ടിട്ട് ഇന്നലെ വക്കീലന്മാര് ഈ സ്പോട്ടിൽ വരികയും പോലീസിനോട് ഏഹ്, ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനും ഒക്കെ ഏകദേശം ഒക്കെ ധാരണയായി. പക്ഷെ പോലീസ് എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറോളം അവിടെ കാത്തു നിന്നിട്ടും പോലീസിന്റെ ഒരു ഇതും ഉണ്ടായില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ സാർ. പക്ഷെ ഞാൻ ഇവിടെയുള്ള കേരളത്തിലെ ജനങ്ങളോട്